ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ മായ പീതാംബരൻ, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ മഞ്ഞപ്പിത്തം പകരാമെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാല സമയങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ് വെള്ളത്തിൽ കൂടെയോ ഭക്ഷണത്തിൽ കൂടെയോ സാധാരണയായി പകരുന്നത്. ഇതുപോലെ മറ്റ് അസുഖങ്ങൾ, ടൈഫോയിഡ്, വയറിളക്കം മുതലായ അസുഖങ്ങളും ഇതുപോലെ മലിനമായ ജലം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലപ്പോൾ പനി, ഛർദിൽ. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവില്ല മഞ്ഞപ്പിത്തമാണ്. പോകെ നമുക്ക് ചെറിയ ക്ഷീണം, പിന്നെ യൂറിനിൽ അല്ലെങ്കിൽ കണ്ണിൽ മഞ്ഞപ്പ് കാണുമ്പോഴാണ് ഒരുപക്ഷെ മഞ്ഞപ്പിത്തമാണെന്ന് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്കിത് ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രത്യേകം സീറോളജി ഉണ്ട്. IgM ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത്, അല്ലെങ്കിൽ IgM ഹെപ്പറ്റൈറ്റിസ് ഇ എന്നുള്ള ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് ഹെപ്പറ്റൈറ്റിസ് എ ആണോ ഇ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ നമുക്കൊരു ഒരാഴ്ച 2 ആഴ്ച ക്കുള്ളിൽ മഞ്ഞപ്പ് മാറി രോഗി പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഒരു ചെറിയ ശതമാനം ആളുകൾ, ലെസ് ദാൻ 1% ആളുകൾ പെട്ടെന്ന് ലിവർ ഫെയിലിയറിലേക്ക് പോവുകയും ഒരു പക്ഷേ ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ വേണ്ടി വരാവുന്ന ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില ആളുകൾ മാസങ്ങളോളം മഞ്ഞപ്പ് മാറാതെയും ചൊറിച്ചിൽ, അതായത് ഇച്ചിങ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അത് നമ്മൾ കോളിസ്റ്റാറ്റിക് ഫേസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ആണ് നമ്മൾ കാണുന്നത്. കൂടുതലായും നമുക്ക് ഈ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 4 വീക്സിനുള്ളിൽ പൂർണ്ണമായും റിക്കവറിയാണ് ഉണ്ടാവാറ്. ഇത് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനം നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധിയായ വെള്ളമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അത് നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ പാചകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക. എപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കുക്ക്ഡ് അല്ലാത്ത, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ നിന്നും കുക്ക്ഡ് അല്ലാത്ത ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചട്നി, അതുപോലെ ഫ്രഷ് കട്ട് വെജിറ്റബിൾസ്, സാലഡ്സ്, ഇതൊക്കെ കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ എപ്പോഴും യു ഷുഡ് റിമെമ്പർ ടു വാഷ് ഹാൻഡ്സ്. എപ്പോഴും കൈകളുടെ ശുദ്ധി വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് നമുക്ക് വാക്സിനേഷനും ലഭ്യമാണ്. അപ്പം വാക്സിനേഷൻ എടുക്കാൻ ഇറ്റ്സ് എൻ ഓപ്ഷണൽ വാക്സിൻ. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് ഈവൻ വാക്സിനേഷൻസ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സേഫ് ഹൈജീൻ പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഒരു പ്രിവെൻറ്റബിൾ ഇൻഫെക്ഷനാണ്.